അടുത്തത് നമ്മൾ നോക്കുന്നത് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധവും ഡിഫറൻസസും ആണ്. എന്താണ് സോഷ്യോളജി? സോഷ്യോളജി സ്റ്റഡീസ് ഓൾ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അതായത് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്നതാണ് സോഷ്യോളജി. സോഷ്യോളജി ഈസ് ദ സോഴ്സ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് സോഷ്യോളജി മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിവോട്ടഡ് ടു ദ സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിന്റെ എല്ലാ ആസ്പെക്ട്സും, അതായത് ജനനം, മരണം, അതിൻ്റെ ഇടയിലുള്ള റിലേഷൻസ്, പിന്നെ മറ്റ് ബന്ധുക്കളായുള്ള ബന്ധങ്ങള്, അതുപോലെ ചരിത്രമായിട്ടുള്ളത്, ആന്ത്രോപോളജി ആയിട്ടുള്ളത്, എക്കണോമിക്സ് ആയിട്ടുള്ളത്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സൊസൈറ്റിയുടെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയിലാണ്. സോഷ്യോളജി സ്ട്രെസ്സസ് ഇൻ ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിങ് ഗവൺമെന്റ്. അതായത് എന്നല്ല, എല്ലാ വിവിധ തരത്തിലുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം നമ്മൾ പഠിക്കാൻ എടുക്കുന്നുണ്ട്. എല്ലാത്തുമായിട്ട് റിലേഷൻഷിപ്പ് സോഷ്യോളജിക്ക് ഉണ്ട്. അതേസമയം എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? പൊളിറ്റിക്കൽ സയൻസ് ഈസ് കൺസേൺഡ് വിത്ത് ഗവൺമെന്റ്. അതായത് ഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പഠിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന കുട്ടികളായ നിങ്ങൾക്കും അറിയാം എന്താണ് പൊളിറ്റിക്കൽ സയൻസ്. നമ്മുടെ പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നത്. അതായത് എങ്ങനെയായിരുന്നു ആദ്യത്തെ ഭരണം, എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ ഭരണം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, വോട്ട്, എലക്ഷൻ, ഇങ്ങനെയുള്ള മൊത്ത കാര്യങ്ങളാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ സംസാരിക്കുന്നത്. സ്ട്രഗിൾ ഫോർ പവർ എമംഗ് ദോസ് ഹു വാണ്ട് ടു കൺട്രോൾ ദ സ്റ്റേറ്റ് ഇൻ ദ മെയിൻ ഇൻട്രസ്റ്റ് ഓഫ് പൊളിറ്റിക്സ്. ആര് രാജ്യത്തെ നിയന്ത്രിക്കണമെന്ന് പവറിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും, ഒരു സംസ്ഥാനത്തെയോ രാജ്യത്തെയോ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാസിസം, ഫാസിസം തുടങ്ങി സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെ ഒക്കെ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ സയൻസ് അക്വയറിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പവർ ഇൻ ദ സ്റ്റേറ്റ്. ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ്, എന്തിന്റെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ്, ഏതൊക്കെ വ്യത്യസ്തങ്ങളായ വശങ്ങളാണ് പഠിക്കുന്നത്? പൊളിറ്റിക്കൽ സയൻസിൽ എങ്ങനെയാണ് ഭരണം നേടുന്നത്, എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എല്ലാവരിലേക്കും എത്തുന്നത്, പിന്നെ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നിലനിർത്തുന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി? പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നുള്ളത് മാക്സ് വെബറിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. അതെന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? അതായത് മാക്സ് വെബർ ഫോക്കസ്ഡ് ഓൺ ദ പൊളിറ്റിക്കൽ ബിഹേവിയർ ഡ്യൂറിങ് എലക്ഷൻസ്, മീഡിയ പേഴ്സൺസ് ആൻഡ് സോഷ്യോളജിസ്റ്റ് എക്സ്റ്റെൻസീവ്ലി സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ പാറ്റേൺസ് ഓഫ് വോട്ടിംഗ്. അതായത് നമ്മൾ എലക്ഷന്റെ സമയത്ത്, ഇല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ സമൂഹം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ചിന്ത എന്താണ്, എങ്ങനെയാണ് മീഡിയാസ് അവരോട് പ്രതികരിക്കുന്നത്, വാർത്തകൾ ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം എലക്ഷന്റെ സമയത്തുള്ള വാർത്തകൾ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ സമൂഹം ആ സമയത്ത് എന്താണ് ചർച്ച ചെയ്യുന്നത്. ഇതാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി. പൊളിറ്റിക്സിനോട് സൊസൈറ്റി എങ്ങനെ പ്രതികരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പാർട്ടിയോടുള്ള മനോഭാവം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്താണ്? സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും രണ്ടും തന്നെ സമൂഹമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടാണ്. കാരണം എന്താണ്? പൊളിറ്റിക്സ് ഇല്ലാണ്ട്, രാഷ്ട്രീയം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇല്ലാണ്ട്, രാഷ്ട്രീയം എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാണ്ട് ഒരു സൊസൈറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ സൊസൈറ്റി ഇല്ലാണ്ട്, ആൾക്കാരില്ലാതെ ഒരു രാഷ്ട്രീയം തന്നെ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി ഈ രണ്ട് വിഷയങ്ങൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.